വെൽക്കം ബാക്ക് ടു MST ലക്ഷ്യ ഓർണമെന്റൽ സ്റ്റുഡിയോ ആൻഡ് ഫാബ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആസ് യു നോ, നമ്മളിവിടെ കോട്ട ഫെസ്റ്റ് നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വളരെ കുറച്ച് സാരി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു. നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് കോട്ടയിൽ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് കളർ സാരിയാണ്. ഒരു ഓഫ് വൈറ്റിലാണ് ഈ സാരി വരുന്നത്. കോട്ടയാണ് വരുന്നത്. അതിലെല്ലാം ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഒരു ഓറഞ്ച് ആൻഡ് കോഫി ബ്രൗൺ ആണ് വർക്ക് വരുന്നത്. സോ ഈ സാരിയുടെ വർക്ക് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് പോർഷനിൽ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ എല്ലാവിടെയും ഇത്രയും പോർഷനിൽ ഈ എംബ്രോയിഡറി വർക്ക് വരും. ഓറഞ്ച് ആൻഡ് ഒരു കോഫി ബ്രൗൺ കോമ്പിനേഷനിൽ ത്രൂ ഔട്ട് ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാരിയുടെ ഒരു ബോർഡറിലെല്ലാം ഈ ഒരു വർക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പല്ലുവില് ഒരു പല്ലുവിന്റെ രണ്ട് കോർണറിലും അതുപോലെ തന്നെ സെൻട്രൽ പോർഷനിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. സോ യൂഷ്വലി ഇനി കോട്ട സാരിക്ക് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിനൊരു റണ്ണിങ് ബ്ലൗസ് ആണ് വിത്ത് സെയിം ബോർഡർ. അങ്ങനെ ആയിരിക്കും യൂഷ്വലി കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന് നമ്മൾ ഇത് ലൈറ്റ് കളർ സാരി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു മിക്സ് ആൻഡ് മാച്ച് ബ്ലൗസ് ആണ് ഇതിന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു കലംകാരി ഇതേ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു കലംകാരി ബ്ലൗസ് ആണ് ഇതിന് നമ്മൾ മാച്ചിങ് ആയിട്ട് വെച്ചിരിക്കുന്നത്. സിൻസ് ഇതിന്റെ വളരെ ലൈറ്റ് കളർ ആയതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ഡാർക്കർ ഒരു ബ്ലൗസ് ഇടുവായിരിക്കും കുറച്ചും കൂടെ പ്രിഫറബിളി നന്നാവുക. അത് കാരണം നമ്മൾ ഇങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് സാരി. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറി ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഈ സാരിക്ക് നമ്മൾ മാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പേൾ അല്ലെങ്കിൽ അങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി ആണ് കുറച്ചും കൂടെ പ്രിഫറബിളി ഭംഗി ഉണ്ടാവുക. അത് കാരണം തന്നെ ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ ഭംഗിയുള്ളൊരു കോറൽ ചെയിൻ ആണ്. ഇത് സിമ്പിളായിട്ട് അത്യാവശ്യം ലെങ്ത്തോടു കൂടി വരുന്ന സിമ്പിളായിട്ടുള്ളൊരു കോറൽ ചെയിൻ ആണ്. അത് ഈ സാരിയുടെ ബ്യൂട്ടി കൂട്ടും. കാരണം ഇതൊരു ലൈറ്റ് ഷെയ്ഡ് സാരി ആയതുകൊണ്ട് തന്നെ നമുക്കിത് അതിൻ്റെ കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു ചെയിൻ ആണ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ഷോർട്ടർ ആയിട്ടുള്ള ഒരു പേൾ ചെയിൻ ആണ്. ഇതൊരു 2 ലൈൻ ഷോർട്ട് പേൾ ചെയിൻ ആണ്. നേരത്തെ കാണിച്ചത് കുറച്ചും കൂടെ ലെങ്ത് കൂടിയതാണ്. ഇത് കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ടുള്ള ഒരു പേളിന്റെ ചെയിൻ ആണ്. പേളും ഇടയിൽ ഗോൾഡും കൂടി വരുന്ന ഒരു പേൾ ചെയിൻ ആണ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ കാണിച്ചത് ഒരു വെറും പേളായിരുന്നു. ഇതാവുമ്പോൾ പേളും ഇടയിലൊരു റൂബി ഷെയ്ഡിൽ വരുന്ന ഒരു ക്രിസ്റ്റൽ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വരുന്നതാണ്. ഇതാവുമ്പോൾ 3 ലൈൻ ആണ് വരുന്നത്. നേരത്തെ കണ്ടത് ഒരു 2 ലൈൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇത് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത് കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ ആർക്കെങ്കിലും ലെങ്ത് കുറവുള്ളത് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോസിൽ കാണിച്ച 2 കോട്ട സാരി ആയിരുന്നു. അത് രണ്ടും സോൾഡ് ഔട്ട് ആയിട്ടോ. സാരി എന്ന് പറയുന്നത് കോട്ടയിൽ തന്നെ വളരെ സട്ടിലായിട്ട് ഒരു പേസ്റ്റൽ കളറിൽ വരുന്നതാണ്. ഒരു ലൈറ്റ് ബേബി പിങ്ക് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ സെൽഫ് കളറിൽ തന്നെ, അതായത് അതേ കളറിൽ തന്നെ ഫുൾ ഓൺ ചിക്കൻ കറി വർക്കാണ് വരുന്നത്. പല്ലുവിൻ്റെ ഫുൾ ഓൺ ഓവറോൾ ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ഒരു മൊട്ടീവ്സ് വരുന്നുണ്ട്. ദേഹത്തെല്ലാം ഇതുപോലെ ഒരു മൊട്ടീഫ് വരും. ഞാൻ ഉടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കാണാവുന്നതാണ്. ഇത് ഓവറോൾ ഈ ഒരു ബോർഡർ തിക്കായിട്ടുള്ള ഒരു ബോർഡറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മൊട്ടീവ്സ് ഇവിടെ എല്ലാം വരുന്നുണ്ട്. ഇനി ഈ സാരിയുടെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് ഒരു നോർമൽ റണ്ണിങ് ബ്ലൗസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കത് അത്ര ഇങ്ങോട്ട് താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു മിക്സ് ആൻഡ് മാച്ച് ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് നമ്മുടെ ഷോപ്പിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് ഒരു ഹക്കോബ ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ്. വീനെക്ക് പാറ്റേണിൽ വരുന്ന ഒരു ബ്ലൗസാണ്. വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാരിയുടെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നേരത്തെ കാണിച്ചത് ഒരു ഒണിയൻ പിങ്ക് ബ്ലൗസ് ആയിരുന്നു. ഇത് വേറൊരു ഓപ്ഷനാണ്. ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് പ്യോർ വൈറ്റിൽ ഒരു ഹക്കോബ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. ഇതും ആ സാരിയും കൂടെ നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സാരി അതുപോലെ തന്നെ ഈ ബ്ലൗസ് നന്നായി ഹൈലൈറ്റ് ചെയ്ത് കാണുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ ഈ സാരിക്ക് നമ്മൾ ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു 3 അവൈലബിൾ ചെയിൻസ് ആണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു ചെയിൻ നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രിട്ടി ആയിട്ടുള്ള നല്ല ലോങ് ആയിട്ട് വരുന്നൊരു ജർമ്മൻ സിൽവർ വിത്ത് റൂബി സ്റ്റോൺസ് വരുന്നൊരു ചെയിനാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെൻഡൻ്റ് ആണ് ജർമ്മൻ സിൽവറിൽ. അതിൽ ചെറിയ റൂബി സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പേൾ ഡാംഗ്ലിങ്സും വരുന്നുണ്ട്. അതാണ് ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നല്ല അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു ചെയിനാണ്. ഇനി ഇത്ര ജങ്ക് വേണ്ട, സിമ്പിളായിട്ട് മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ചെയിന് ഇതാകുമ്പോൾ സെമി പ്രഷ്യസ് സ്റ്റോൺസിൽ വരുന്ന വളരെ റെയർ ആയിട്ടുള്ളൊരു ചെയിനാണ്. അതായത് ഒരു പേസ്റ്റൽ പിങ്ക് ആൻഡ് ഒരു ബ്ലാക്ക് കളർ മിക്സ് ചെയ്തിട്ടുള്ളൊരു നാച്ചുറൽ ബീഡ് കൊണ്ട് വരുന്ന ഒരു ചെയിനാണ്. ഇതും അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു ചെയിനാണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ ഒരു സാരിക്ക് ഞാൻ ജസ്റ്റ് പെയർ ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് അത്യാവശ്യം ലോങ് ആയിട്ട്, അതായത് ലോങ് ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ഇത്. ജർമ്മൻ സിൽവറിൽ ലോങ് ഓപ്ഷൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് റെയർ ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സാരിക്ക് നന്നായിട്ട് അതൊരു ഭംഗി കൂട്ടുന്ന ഒരു സാരിയാണ്. സാരി നല്ല സട്ടിൽ സാരി ആയതുകൊണ്ട് കുറച്ചൊരു ഡാർക്കർ സ്റ്റോൺസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിൻ്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യും. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെയർ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് ആ സാരി വളരെ ലൈറ്റ് സാരി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച്, അതൊരു അതർ കളറും കൂടെ കയറി വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇതിൽ. ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ചോക്കർ ടൈപ്പ്, അതായത് നമ്മുടെ നെക്കിനോട് ഹഗ് ചെയ്ത് കിടക്കുന്ന, അതായത് നന്നായി ചേർന്ന് കിടക്കുന്ന ചോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ജർമ്മൻ സിൽവറിന്റെ നെക്ലസ്, അല്ലെങ്കിൽ ഒരു ചോക്കറാണ്. നെക്ലസ് എന്ന് പറയാൻ പറ്റില്ല, പ്യോറോൺ ചോക്കർ തന്നെയാണ്. അതിന് നടുവിൽ മാത്രം ഒരു റൂബി സ്റ്റോൺസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനോട് കൂടി തന്നെ ഒരു ചെറിയൊരു പേൾ ഡാംഗ്ലിങ്ങും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട്, അതായത് കുറച്ചും കൂടി ലീൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സാരി ഉടുക്കാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ചും കൂടി ചോക്കർ ടൈപ്പ് ആയിരിക്കും ഭംഗി ഉണ്ടാവുക.